മധു കൊയിലാണ്ടി, കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടി സ്വദേശിയാണ്. പക്ഷെ എനിക്ക് ഈ കയ്യടി പോരാ തുടങ്ങണമെങ്കിൽ ആരെങ്കിലും കയ്യാല ഓക്കെ നിങ്ങൾ ആരെങ്കിലും കയ്യിൽ പൂവുണ്ടോ ആരെങ്കിലും ഒരു എന്തെങ്കിലും മുല്ലപ്പൂ അങ്ങനെ ഉണ്ടോ കയ്യിൽ? എന്തിനാണ്? അതിൽ ഒരു പൂവില്ലെങ്കിൽ എനിക്ക് തുടങ്ങാൻ കഴിയില്ല, പെർഫോം ചെയ്യാൻ കഴിയില്ല. ചവിട്ടിൽ വെക്കാനായിട്ടാണോ? വേണ്ട തൽക്കാലം ഒരു കാര്യം ചെയ്യാം, ഒരു പൂന്തോട്ടം ഉണ്ടാക്കി തന്നാൽ മതി. ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ ഇവിടെ ഒരു പൂന്തോട്ടം ഉണ്ടാവും. ആ പൂന്തോട്ടത്തിൽ നിന്ന് എനിക്ക് തുടങ്ങാം. നിങ്ങളെല്ലാവരും ഞാൻ ഓക്കെ സ്റ്റാർട്ട് എത്തുമ്പോൾ 2 കൈകളൊന്നും ഇങ്ങനെ പൊക്കുക എനിക്ക് അഭിമുഖമായിട്ട്. ഓക്കെ റെഡി? ഓക്കെ സ്റ്റാർട്ട്. ഇതാ നല്ലൊരു പൂന്തോട്ടം വിരിഞ്ഞിട്ടുണ്ട്. അയില്ല ഒരു ചെറിയ ഇളക്കം കൊടുക്കുക, ചെറിയൊരു കാറ്റടിക്കുന്നുണ്ട്, ചെറിയൊരു ഇളക്കം. പൂക്കൾക്ക് അങ്ങനെ ഇളക്കിയൂടപ്പാ പൊടിക്കൊന്നും വേണ്ട, അങ്ങനെ കയ്യാൽ പിടിച്ചോണ്ടില്ല. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാറ്റുകൾ. ആഹാഹാ മനോഹരമായ സൂര്യകാന്തി പൂക്കൾ വിടർന്നിട്ടുണ്ട്. ഇതിൻ്റെ പോലെ എനിക്ക് തുടങ്ങാം, ഈ പൂന്തോട്ടത്തിൽ നിന്ന് തുടങ്ങാം. ഓക്കെ അപ്പൊ എന്തായാലും ഞങ്ങളൊക്കെ ഷോയ്ക്ക് പോയി കഴിയുമ്പോ ഷോ കഴിഞ്ഞിട്ടാ പൂന്തോട്ടം വിരിയുന്നത്. ഒന്നും ചെയ്യരുത് അങ്ങനെയാണ്. ഇത് നിങ്ങൾ തുടങ്ങുകയല്ലേ? തുടങ്ങിക്കോ. ഓക്കെ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഒരിക്കൽ കൂടെ. പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗാനമേളയ്ക്ക് ഒരു അനൗൺസർ ഉണ്ടാവും. അനൗൺസർ ഇല്ലാണ്ടൊന്നും പൊതുവെ ഗാനമേളയ്ക്ക് പോകില്ല. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് കുറേ കഷ്ടപ്പെട്ട് ഏതോ ഒരു അമ്പല കമ്മിറ്റി പോയിട്ട് പ്ലീസ് ഈ വർഷത്തെ ഒരു ഗാനമേള എനിക്ക് തരണം പ്ലീസ് എല്ലാം കൂടി പറഞ്ഞാൽ കമ്മിറ്റിക്കാർ എഴുതി കൊടുത്ത് ഈ ചെയ്തോട് എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഇവനെന്താ എന്നെ വിളിച്ച്, മതേട്ടാ ഇപ്രാവശ്യത്തെ ഗാനമേള ഞാനെടുത്തത്, നിങ്ങൾ വന്നിട്ട് എന്ത് ചെയ്യണോ, അനൗൺസ് ചെയ്ത് തരണം. ഞാൻ പറഞ്ഞു നോക്കട്ടെ, കുറച്ച് പാസൊക്കെ ഇട്ട് ഓക്കെ ഞാൻ വരാം. ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു വെച്ചാൽ 2500 റുപ്യൻ്റെ ഒരു സർവാണി വാങ്ങി, 600 റുപ്യൻ്റെ ഒരു പാൻ കേക്കും. ഇല്ല ഇന്നെ കാണൂലോ, 2000-ൻ്റെ ആലോചനയൊക്കെ ഉണ്ട്, എല്ലാവരും ചെയ്യുമ്പോൾ കാണൂല. സർവാണിയെങ്കിലും കണ്ടോട്ടെ എന്ന് വെച്ചാൽ ഞാൻ എന്താക്കി, ഇതെല്ലാം വാങ്ങി, പാൻ കേക്കെല്ലാം വാങ്ങി, എല്ലാം സെറ്റാക്കി. പെട്ടെന്ന് കണ്ടിക്ക് ഇവന് ഓടി വന്നിട്ട് എന്നോട് പറയുന്നത്, അതായത് ഏട്ടാ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്, ഞാൻ ആദ്യം കയറും എന്നിട്ട് ഞാൻ നിങ്ങളെ അനൗൺസ് ചെയ്ത് നിങ്ങളെ വിളിച്ച് ഷെയിമിലേക്ക് വിളിക്കും, എന്നിട്ട് നമുക്ക് അങ്ങോട്ട് അടിച്ച് പൊളിക്കാം. ഞാൻ പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ. അപ്പോൾ ടൈറ്റിൽ മ്യൂസിക് വന്നു, സ്മോക്കർ അടിച്ച് കയറ്റി, ലൈറ്റ് വന്ന് ഇവൻ്റെ റിലേ പോയി, സ്റ്റേജിൽ കയറി എൻ്റെ പേര് മറന്നു ഇവനോട്. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഈ പ്രോഗ്രാം അനൗൺസ് ചെയ്യാൻ പറ്റുന്ന പ്രിയ താരത്തെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ്. പേര് കിട്ടുന്നില്ല. നിരവധി വേദികളിലൂടെ തൻ്റെ ശബ്ദമാധുര്യം കൊണ്ട് മുന്നിലിരിക്കുന്ന പ്രേക്ഷക ലക്ഷങ്ങളെ കിട്ടുകിട്ടെ അരം കൊള്ളിച്ചിട്ടുള്ള പ്രിയ താരം, പേര് കിട്ടുന്നില്ല. ഇന്ത്യക്കകത്തും പുറത്തും നിരവധി വേദികളിൽ കോഴിക്കോട് വിട്ട് ഞാൻ അന്നേരടെയും പോയിക്കില്ല. അങ്ങനെ ഇതിനെപ്പറ്റിയാണ്. ഇന്ത്യക്കകത്തും പുറത്തും നിരവധി വേദികളിൽ തൻ്റെ ശബ്ദമാധുര്യം കൊണ്ട് വാരി വിതറിയ. എന്ത് വാരി വിതറിക്ക് ആര്? എനിക്ക് തോന്നി ഇത് റിലേ പോയി, പെട്ടെന്ന് തവല വായിക്കുന്ന ലാല് വിളിച്ചേർന്ന് മധു കൊയിലാണ്ടി. അതെ, ഇന്നത്തെ പ്രോഗ്രാം അനൗൺസ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ് കൊതു മൈലാണ്ടി. ഞാൻ പതുക്കെ സ്റ്റേജിൻ്റെ മുകളിൽ കയറി വരുമ്പോൾ എവിടെ പോയാലും ഉണ്ടാവും വെളുക്കത്തിരി പോലെ കൂക്കി വിളിക്കാനായിട്ട് 2-3 ചെറിയ ചെള് സ്റ്റേജിൻ്റെ സൈഡിൽ. ഒരു ചെക്ക എന്നെ നോക്കിയിട്ട് കൊതുകേട്ടാ, പക്ഷെ നമ്മൾ വിട്ടുകൊടുത്തില്ല, പിടിച്ചു നിൽക്കണമല്ലോ. ഞാൻ പറഞ്ഞു പ്രിയകലാ സഹോദരി, ഇന്ന് ഈ വേദിയിൽ ഈ ഒരു ഗാനമേള അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് അവസരമൊരുക്കി തന്ന ഉത്സവാഘോഷ കമ്മിറ്റിയിലെ മുഴുവൻ നല്ലവരായ ഭാരവാഹി സുഹൃത്തുക്കൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും എന്നൊക്കെ പറഞ്ഞ ആട്ടക്കാലയ്ക്ക് ആദ്യ ഗാനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങളുടെ പ്രിയ ഗായകൻ രതീഷ് എത്തുകയാണ്. ഞാനിത് പറഞ്ഞ് തീരുമ്പോഴേക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഒരു ചങ്ങായിനുണ്ട് നടുക്കൂടെ, ഓഡിയൻസിന് നടുക്കൂടെ ഇങ്ങനെ ഓടിച്ച് വിട്ടുക. വയ്യ തന്നെ ഒരു 10-15 ആൾക്കാർ പെട്ടെന്ന് പെണ്ണുങ്ങളെല്ലാം പാടിയായിട്ട് എണീറ്റ് വെച്ചിട്ട് ഇവിടെ പരിപാടി ഒക്കെ ആയിട്ട് തിരിഞ്ഞിരിക്കുക. ഇവിടെ സ്റ്റേജിലേക്കല്ലേ നോക്കണ്ട, അങ്ങോട്ട് രതീഷേട്ടൻ വന്ന് നോക്കുമ്പോൾ എല്ലാവരും തിരിഞ്ഞ് അങ്ങോട്ട് നിൽക്കുന്നത്. എന്തെങ്കിലും ആട്ടെ, ആ ടീം അങ്ങ് പോയി, കച്ചറ ടീം അങ്ങ് ഒഴുകിപ്പോയി, മാറിപ്പോയി. അപ്പോഴേക്കാണ് രതീഷേട്ടൻ വന്ന് ഓക്കെ. അപ്പോൾ ഫസ്റ്റ് പാട്ട്, ശബരിമലയിൽ തങ്ക സൂര്യോദയം നിൻ, പാട്ടിങ്ങനെ ഉഷാറായിട്ട് പോവാ. സംക്രമ പുലരിയിൽ അഭിഷേകം സന്നിധാനത്തിൽ വന്നെത്തിടുമെൻ ഹൃദയവും ഉടുക്ക് എന്ന് പറയുമ്പോഴേക്ക് ഈ ടീമുണ്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തന്നെ പായുന്നു. ഓൻ ആടെയൊന്നും പോയിട്ട് കിട്ടിയില്ല, തിരിച്ചിങ്ങോട്ട് അതാ എണീറ്റിക്കുന്ന പെണ്ണുങ്ങളൊക്കെ അടിപിടിന്ന് വെച്ചാൽ പൊരിഞ്ഞടിപിടി. ഉടൻ തന്നെ മുപ്പര്, ഈ രേടുലകിലും അടിപിടിയായ അയ്യപ്പ നീ ഈ കാരുണ്യാമൃത തീർത്ഥം. ഇത് കേട്ടേ ബൈക്ക് ഇവരെന്താക്കിന്ന് വെച്ചാൽ ഓടുന്ന ടീം എന്താക്കി, അടിപിടിയോ, നേരെ സ്റ്റേജിലേക്ക് പാഞ്ഞു വന്ന് ഇടത് ഭാഗത്ത് കാണുന്ന ബോക്സ് കമ്പ്യൂട്ടർ മറിച്ചടിട്ട് ബൈക്കിൻ്റെ രാജേഷ് ചേട്ടനെ നെഞ്ഞത്തടി കുടുങ്ങി. എത്ര 2,000 റുപ്യേൻ്റെ സൗണ്ടിൻ്റെ ഒരൊറ്റ ബോക്സിന് 2,000 റുപ്യ അങ്ങനെ വേണം, എല്ലാം മറിച്ചടിട്ട്. ഉടനെ സ്റ്റേജിൻ്റെ പറ്റുന്നുണ്ട്, എന്തെങ്കിലും ചെയ്യണം, ഇത് പ്രശ്നമാണ്, എന്തെങ്കിലും ചെയ്യും. ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, അടുത്ത മലയാളം പാട്ട് മഞ്ഞക്കിളിൻ്റെ മൂളിപ്പാടില്ല. അയ്യോ രതീഷ് പറഞ്ഞു ഞാൻ എനിക്ക് കയറൂല എന്ന്. വേണ്ട, തമിഴ്നാട്ടിൽ നിന്ന് മറ്റേ കോയമ്പത്തൂരിൽ നിന്ന് ഒരു തമിഴ് പാടാൻ ഒരുത്തം വന്നിക്ക്, ഓനെ പിടിച്ച് കയറ്റി. ഓൻ പറഞ്ഞ് അപ്പോഴേക്കാൻ നോക്കാം കമലഹാസൻ്റെ മരൊക്കെ എനക്കൊന്നും അറിയില്ല, ഞാനിങ്ങനെ പാടും മലയാളം. അപ്പം പറഞ്ഞു രക്ഷയില്ല, പാഞ്ഞ് കയറിക്കാമെന്ന് പറഞ്ഞു. സ്റ്റേജിൻ്റെ മുകളിൽ കയറി, സ്റ്റേജിൻ്റെ മുകളിൽ കേട്ട് മാഞ്ചക്കിളിയുടെ മൂൾ റീ പാട്ടുണ്ടേ
ഇടത് ഭാഗത്തെ ബോക്സും താനേ മറിഞ്ഞു വീഴുക. ജനങ്ങൾ ചവിട്ടി മറിച്ചതാ, അല്ലാണ്ട് താനേ വീണതല്ല. ആ ഗാനമേള പൊളിഞ്ഞു. പിന്നെ രക്ഷയില്ല. വേറെ ഒരു വേദിയിൽ ഇപ്പോൾ ഗാനമേളൻ്റെ ഗ്യാപ്പിൽ മിമിക്രി കളിക്കുക എന്നൊരു പരിപാടിയുണ്ട്. ഗാനമേള ഗ്യാപ്പിലാണ് നമ്മൾ മിമിക്സ് കളിക്കുക. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊരു പ്രശസ്തനായ ഒരു മിമിക്രി കലാകാരൻ ബൈജു പേരാമ്പ്ര. അപ്പോൾ ഞാനിങ്ങനെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഇത് എവിടെ പോയാലും ഉണ്ടാകുമല്ലോ സൈഡിൽ ഒരലമ്പുണ്ടാക്കാനായിട്ട്. പ്രിയ സുഹൃത്തുക്കളെ, ശബ്ദത്തിൽ തൻ്റെ കണ്ടനാളങ്ങളിലൂടെ നാസികാരന്ധ്രങ്ങളിലൂടെ മനോഹരമായ മിമിക്രി നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന ഞങ്ങളുടെ പ്രിയ താരം ഷൈജു പേരാമ്പ്ര. അപ്പോൾ ചെറിയൻ ഓനോടിങ്ങ് പോരാൻ പറ. നമുക്ക് പൊതുവെ ഹിന്ദി പാട്ടുകാർ പൊതുവെ ഇപ്പോഴുള്ളൊരു പ്രവണത പറയുകയാണ് രമേശ് ചേട്ടാ. പുതിയ തലമുറയിലെ കുട്ടികൾ ആവശ്യമില്ലാണ്ട് അനുനാസികൊക്കെ കൂട്ടിയിട്ട് മുസാഫിർ നല്ല തൊണ്ടയോനുണ്ടാവും, മുസാഫിർ എന്ന് പാടാനുള്ള തൊണ്ട ഉണ്ടാവും. ഇതെങ്ങനെയാ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഹിന്ദി ഗായകൻ മൂപ്പർക്ക് മുസാഫിർ എന്ന് പറഞ്ഞാൽ അതാണ് മൂപ്പര് എന്താ എൻട്രി സോങ്. അതാണ് ഹിന്ദിയിൽ അടിപൊളി പാട്ടാണ്. മുസാഫിറെ പാടും. അപ്പോൾ അനൗൺസ് ചെയ്ത് മുസാഫിർ എന്ന സൂപ്പർ ഗാനമായി നമ്മുടെ പ്രിയ ഗാനം ചെയ്തിരിക്കുന്നത് ഹിന്ദി. ഓക്കെ, സ്റ്റേജ് കെട്ടിയത് കൊയ്ത്ത് കഴിഞ്ഞ പാടത്താണ്. ലൈറ്റ് ഇട്ടുമ്പോഴേക്ക് സ്റ്റേജിൻ്റെ മുകളിൽ ആളുകൾക്ക് നിൽക്കാൻ അത്രയും സ്ഥലമില്ലാണ്ട് കംപ്ലീറ്റ് ഊറ, പാറ്റ, എലി എല്ലാ സാധനമുണ്ട്. മുസാഫിർ എന്ന് തുടങ്ങിയാൽ പറഞ്ഞൊരു പാറ്റ നേരെ വന്ന് മൂപ്പര് അണ്ണാക്കിലേക്ക് കട്ടുപോയി. ഓഡിയൻസ് അല്ലേ മുമ്പിൽ, പാട്ട് കൊളായി പോകല്ലോ. മൂപ്പര് പാടി മുസാഫിർ യാറോ. പിന്നെ മൂപ്പർക്ക് പേടിയട്ടി. എന്താണ് ഇതിൻ്റെ എന്തെങ്കിലും അണുക്കളങ്ങാൻ തൊണ്ടയിൽ പോയ വേറെ മാരകരോഗം വരും. ഉടൻ തന്നെ മൂപ്പര് ആത്മാർത്ഥത ഒഴിവാക്കി മുझे इश्क करता था बस चलता था. അതിനുശേഷം പുതിയ തലമുറയിലെ കുട്ടികൾ വിചാരിച്ച് ഇങ്ങനെയായി പാട്ടുന്നത്. അതുകൊണ്ടാണ് ഇപ്പം എല്ലാവരും മൂക്കൊണ്ട് പാടാൻ തുടങ്ങിയത്. അത് ചെറിയൊരു കണ്ടുപിടുത്തം മാത്രം. എൻ്റെ കണ്ടുപിടുത്തം കൈയ്യടിച്ച് ചോദിച്ചാൽ